മണ്ണിൽ തൊടാതെ മരം നടാൻ സക്കീർ ബായിക്ക് കഴിയും. പറ്റില്ല ബായി, ബട്ട് ഐ ക്യാൻ. ഞങ്ങളുടെ കോപ്പർ രായാവ് എങ്ങനെയാണ് മണ്ണിൽ തൊടാതെ മരം വെക്കുന്നത് നിങ്ങൾ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ചുറ്റാകെ മാറ്റ് ഇട്ടിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ രായാവിന്റെ കാലിൽ മണ്ണോ ഒരു ശകലം പൊടിയോ പറ്റാൻ പാടില്ല. കാര്യം മണ്ണിച്ചവിട്ടി വളർന്നവനല്ല. ഫുൾ ടൈ, അതായത് പെറ്റിട്ടത് തന്നെ രായാവിനെ ഈ ടൈലിലും അത് മാർബിളിലുമാണ്. ഉളുപ്പുണ്ടോ? ലജ്ജ ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. മുഴുവൻ ഈ ചവിട്ടുമെത്ത ഇട്ടതിന് ശേഷം അതിന്റെ പുറത്ത് ചവിട്ടി നിന്നേ ഒരാൾ ഒരു വൃക്ഷം നടത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് മണ്ണിനോട് ആദരവ്? എടാ, കുട്ടനാടിന്റെ ചേർന്നുകൊണ്ടടാ സൗന്ദര്യം. അതിന്റെ മണത്തിന് നീ പൂശുന്ന സെന്റിനേക്കാൾ പരിശുദ്ധി ഉണ്ടടാ. പറയുകയാണ് ഭൂമി ചവിട്ടൂല. എന്നിട്ട് കൂടെ കൂടെ എന്റെ ഭൂമി ദേവി, ഭൂമി ദേവി, പ്രകൃതി, ഇങ്ങനെ ദൈവങ്ങളുടെ പേര് പറയും. പക്ഷെ മണ്ണി ചവിട്ട അദ്ദേഹത്തിന് വല്ലാത്ത അറപ്പാണ്. അത് ഈ ചവിട്ടിയ കാലിൽ അഴുക്ക് പുരളും. അഴുക്ക് പുരണ്ട കഴുകേണ്ടി വരും. ഇതിപ്പോ അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ, എളുപ്പപ്പണി. ഒരു മരം നടാൻ ഒരാൾ വിളിച്ചു, കൂളിംഗ് ഗ്ലാസുമായിട്ട് വന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചൊരു ഷോ കാണിച്ചു. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. അത്രേ ഉള്ളൂ. ആ ഒരു ഡെക്കറേഷൻ അതിന് കൊടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് വെറുതെ പൊലിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട. രായാവിന് മണ്ണ് അലർജിയാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ദൃശ്യം. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ.